ഇറച്ചിക്കോഴിയുടെ വില കൂടിയതോടെ ഹോട്ടൽ ഉടമകൾ പ്രതിസന്ധിയിലാണ്. ചിക്കൻ ബിരിയാണിയുടെ വില കൂട്ടിയോ ഇല്ലയോ അതൊന്നറിയണം. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയിൽ ഇന്നലെ നമ്മുടെ ദീപക് മലയമ്മ കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ കയറി, ഇല്ല വിലയൊന്നും കൂട്ടിയിട്ടില്ല, ചിക്കൻ പീസിന്റെ വലിപ്പം കുറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് സന്തോഷത്തോടെ ഇറങ്ങി വന്നു ദീപക് മലയമ്മ. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? കഥയിൽ ട്വിസ്റ്റ്. മലയമ്മേ ജ്യൂസേ കുടിക്കൂ നീ. ഞാൻ ബിരിയാണി. അല്ലേ സൂപ്പറല്ലേ? സൂപ്പർ ബിരിയാണിയാ. ഇന്നലെ എന്താ നീ വാർത്ത ചെയ്തേ? ഇന്നലെ എന്താ ചിക്കൻ്റെ വാർത്ത ചെയ്യുന്നു കേട്ടു. അതുണ്ട്, അത് കണ്ടില്ല. എടുക്കെടുക്ക് സ്റ്റോറി എടുക്ക് നോക്കട്ടെ. ചോറ് ഇതാടാ, ഞാൻ നേരത്തെ എടുത്ത് വെച്ചല്ലേ, നോക്കുക. നല്ല കോഫി ഹൗസിന് ചെയ്താ ബിരിയാണി. ഇത് നേരത്തെ അതേ വലുപ്പമാണ് ആണല്ലേ? ഒരു 2 പീസ് ഒരു ചിക്കൻ ബിരിയാണി 145 രൂപ. എത്ര പറഞ്ഞ എന്ന് പോസ് അടിച്ചേ? 145 ബിരിയാണിക്ക്. എടാ ബിരിയാണിക്ക് 145 രൂപയാണ്. ബില്ല് നോക്ക്, ഞാനിപ്പോ കഴിച്ചോന്നല്ലേ. ബില്ല് നോക്ക്. ഇത് എവിടുത്തെ ബില്ല? കോഫി ഹൗസിലും ചിക്കൻ ബിരിയാണി എത്രയുണ്ട്? 150. അതെങ്ങനെ കൂട്ടില്ല എന്നുള്ളത് ഇന്നലെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. എടാ ഇല്ലടാ, നോക്ക്, ഞാൻ വേണമെങ്കിൽ ഫാസ്റ്റ് അടിച്ച് കാണിച്ചു തരാം നിനക്ക്. പുള്ളി ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ. കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ഐറ്റംസിന് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. പെട്ടെന്ന് കൂട്ടൂല, എന്നാലും അതിന് നമുക്ക് എന്താണെന്ന് ഹെഡ് ഓഫീസൊന്നും അതിന്റെ മൊത്തത്തിലുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടേ കൂട്ടാൻ പറ്റും. പക്ഷെ അവര് കൂട്ടി 5 രൂപ കൂട്ടിയിട്ടുണ്ട്. അതിപ്പോ സാധനങ്ങളുടെ വില കൂടുമ്പോ സ്വാഭാവികമായിട്ടും കൂട്ടില്ല. ഇടയ്ക്ക് പറ, ഈ ഘട്ടത്തിൽ കൂട്ടൂല നീ പറഞ്ഞല്ലോ. അത് ഞാൻ പുള്ളി പറഞ്ഞല്ലേ. അങ്ങനെ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ P2Cയിൽ എന്താ പറയുന്നത് നോക്കിക്കോ. ഈ ഡിഷിന്റെ വിലയിൽ വർധനവ് ഈ ഒരു ഘട്ടത്തിൽ വരുത്തിയിട്ടില്ല. ഇനി നാളെ പക്ഷേ അത് വരുത്താതെ നിർവാഹം ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ കൂടി ഹോട്ടൽ ഉടമകളൊക്കെ നൽകി തുടങ്ങുന്നുണ്ട്. സൂചനകൾ മാത്രമല്ല, എന്ത് പറയാനാണ് ഞാൻ. ബിരിയാണിക്ക് മാത്രമല്ല, അവിടെ ചോറിന് 5 രൂപ കൂട്ടി, നെയ്റോസ്റ്റിന് കൂട്ടി, മസാല ദോശ കൂട്ടി, മുട്ടക്കറിക്ക് കൂട്ടി. അത് ചിക്കന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ മസാല ദോശ നെയ്റോസ്റ്റൊക്കെയോ എന്തൊക്കെ കാരണം എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞേ, ഇത് കൂട്ടാതെ നിർവാഹം ഉണ്ടാകില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത്ര പെട്ടെന്ന് കൂട്ടുന്നു വിചാരിച്ചില്ല. അത് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും നിന്റെ നാക്ക പൊന്ന ഒറ്റ രാത്രി കൊണ്ട് 5 രൂപ കൂട്ടിക്കളഞ്ഞു.